നമസ്കാരം. വാർത്തകൾ ഇതുവരെയിലേക്ക് സ്വാഗതം. അതിർത്തിയിൽ സൈനിക നീക്കമുണ്ടാകാമെന്ന സൂചനകൾക്കിടെ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഡൽഹിയിൽ ചേർന്നു. നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുന്നോടിയായാണ് യോഗം. പെഹൽഗാമിൽ വെടിവെപ്പ് നടത്തിയ തീവ്രവാദികൾക്കായി തെരച്ചിൽ ശക്തമാക്കി സൈന്യം. കശ്മീരിലെ വനമേഖലകളിലാണ് തെരച്ചിൽ നടക്കുന്നത്. അക്രമസമയത്ത് പെഹൽഗാമിൽ സിപ്പ് ലൈൻ സർവീസ് നടത്തുകയായിരുന്ന വ്യക്തിയെയും എൻഐഎ ചോദ്യം ചെയ്യുന്നുണ്ട്. വെടിവയ്പ് നടന്നപ്പോൾ ഇയാൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച വീഡിയോയും പുറത്തുവന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിർണായക സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തി എൻഐഎ. ആക്രമണ രംഗം എൻഐഎ പുനരാവിഷ്കരിച്ചു. നിർണായക സാക്ഷിയെ ബൈസരണിലെത്തിച്ചാണ് രംഗം പുനരാവിഷ്കരിച്ചത്. ആക്രമണം നടക്കുന്ന സമയത്ത് ഇയാൾ ഭീകരർ കാണാതെ മരത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഭീകരരുടേത് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മലയാളിയായ ശ്രീജിത്തിന്റെ മൊഴിയും എൻഐഎ രേഖപ്പെടുത്തി. പിടിയിലായ BSF ജവാൻ പൂർണം സാഹുവിനെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നിന്ന് മാറ്റിയതായി സൂചന. കസ്റ്റഡിയിലെടുത്ത് 6 ദിവസത്തിന് ശേഷവും ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. അബദ്ധത്തിൽ അതിർത്തി കടന്ന ജവാനെ പാകിസ്ഥാൻ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ ജവാൻ കസ്റ്റഡിയിലുണ്ടെന്ന ഔദ്യോഗിക കുറിപ്പ് പാകിസ്ഥാൻ ഇതുവരെ ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല. പഹൽഗാം ആക്രമണ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച ഇന്ത്യ. ആഗോള ഭീകരതയ്ക്ക് ഇന്ധനം നൽകുന്ന തെമ്മാടി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന ആരോപണം. പാകിസ്ഥാൻ ഭീകരവാദത്തിന് വെള്ളവും വളവും ഇടുന്ന രാജ്യമാണെന്നും വിമർശനം. പഹൽഗാം സംഭവത്തിൽ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കി ഇന്ത്യ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഗ്രീസ്, സൈപ്രസ് വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച നടത്തി. സംഭവത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ പാക് ശ്രമം. ഇതിനിടെ പെഹൽഗാം വെടിവെപ്പിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പെഹൽഗാം ഭീകരാക്രമണത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോര് തുടരുന്നു. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും കടന്നാക്രമിച്ച് കോൺഗ്രസ് രംഗത്ത്. അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള പെഹൽഗാമിൽ ഭീകരർ എങ്ങനെ എത്തിയെന്ന ചോദ്യം ഉന്നയിച്ച് കോൺഗ്രസ്. സർക്കാരിന് മൗനമെന്നും ആരോപണം. തലയില്ലാത്ത പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് പങ്കുവച്ചത്. കോൺഗ്രസ് പാകിസ്ഥാൻ ഏജന്റുമാരായെന്ന് BJPയുടെ മറുപടി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി. ഭീകരതയ്ക്കെതിരെ എപ്പോഴും ഒരുമിച്ച് നിൽക്കുമെന്ന് ഇന്ത്യ കാണിക്കണം, രാഹുൽ ഗാന്ധി തന്റെ കത്തിൽ വ്യക്തമാക്കി. പ്രത്യേക സമ്മേളനം ആവശ്യപ്പെടുന്ന കത്ത് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. കശ്മീരിലെ ടൂറിസം കേന്ദ്രങ്ങൾ താൽക്കാലികമായി അടച്ചു. ഭീകരർക്കായി വ്യാപകമായി തെരച്ചിൽ നടക്കുന്ന സാഹചര്യത്തിലാണ് ജമ്മുകശ്മീർ സർക്കാരിന്റെ തീരുമാനം. 48 കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയതായി റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ച് പ്രസ്താവനയിറക്കിയതിന് പിന്നാലെ പാകിസ്ഥാന് മിസൈൽ കൈമാറി ചൈന. അത്യാധുനിക ദീർഘദൂര എയർ ടു എയർ മിസൈലായ PL-15 ആണ് നൽകിയത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മിസൈലുകളാണിവയെന്ന് റിപ്പോർട്ട്. പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ച യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. മംഗളൂരു ബത്ര കല്ലൂർത്തി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ചയാണ് സംഭവമുണ്ടായത്. ക്രിക്കറ്റ് മത്സരത്തിനിടെ യുവാവ് പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചെന്നാരോപിച്ചാണ് ആക്രമണമുണ്ടായത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം ഗ്രൗണ്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. സംഭവത്തിൽ 15 പേരെ അറസ്റ്റ് ചെയ്തു. ദേശീയ സുരക്ഷയുടെ ഭാഗമായി ഒരു രാജ്യം സ്പൈവെയർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ലെന്ന് സുപ്രീം കോടതി. സ്പൈവെയർ ആർക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് എന്നതിലാണ് ആശങ്ക നിലനിൽക്കുന്നതെന്നും പെഗാസസ് കേസിൽ വാദം കേൾക്കുന്നതിനിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, N കോടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഇസ്രയേലി സ്പൈവെയറായ പെഗാസസ് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേതാക്കൾ, മാധ്യമപ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയവരെ നിരീക്ഷണം നടത്തുന്നുവെന്നാരോപിച്ചുള്ള കേസാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. റാപ്പർ വേടൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിലെ FIR വിവരങ്ങൾ ന്യൂസ് 18. കഞ്ചാവ് വലിക്കുന്നതിനിടെയാണ് വേടനും സംഘവും പിടിയിലായത്. ചാലക്കുടി സ്വദേശി ആഷിഖിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയത്. കഞ്ചാവ് പൊടിക്കാനുള്ള ക്രഷർ, തൂക്കാനുള്ള ഡിജിറ്റൽ ത്രാസ്,
ചുരുട്ടാനുള്ള പേപ്പർ എന്നിവയും പിടിച്ചെടുത്തു. ലഹരി ഉപയോഗവും ഗൂഢാലോചനയും ചുമത്തിയാണ് പോലീസിന്റെ എഫ്ഐആർ. ലഹരിക്കേസിൽപ്പെട്ട റാപ്പർ വേടന് കുരുക്കായി വനം വകുപ്പിന്റെ കേസ്. മാലയിൽ നിന്നും പുലിപ്പല്ല് കണ്ടെത്തിയ കേസിൽ റാപ്പർ വേടനെ കോടതി 2 ദിവസത്തേക്ക് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. മൃഗവേട്ടയടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. വേടന്റെ ജാമ്യാപേക്ഷ മെയ് 2-ാം തീയതി കോടതി പരിഗണിക്കും. വേടനെ വൈറ്റിലയിലെ ഫ്ളാറ്റിലെ തെളിവെടുപ്പിന് ശേഷം തൃശൂരിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുക്കും. വേടന് പുലിപ്പല്ല് സമ്മാനമായി നൽകിയ രജിത്തിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നെന്ന് കോടനാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അധീഷാർ. ശ്രീലങ്കൻ വംശജനായ ഇയാൾ ചെന്നൈയിൽ വെച്ചാണ് സമ്മാനം നൽകിയത്. യഥാർത്ഥ പുലിപ്പല്ലാണോ എന്ന് അറിയില്ലെന്ന് വേടൻ മൊഴി നൽകി. അറിവില്ലാതെയും നിരോധിത ഉൽപ്പന്നങ്ങൾ കയ്യിൽ വയ്ക്കുന്നത് കുറ്റകരമെന്ന് റേഞ്ച് ഓഫീസർ. റാപ്പർ വേടനെതിരായ പുലിപ്പല്ല് കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. പുലിപ്പല്ല് ആരാധകൻ നൽകിയതാണോ എന്ന് കോടതിയിൽ തെളിയിക്കണം. വേടനെതിരെ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ടെന്നും മന്ത്രി. വേടനെ പിന്തുണച്ച് യാക്കോബായ സഭാമെത്രാൻ ഗീവർഗീസ് മാർ കൂറിലോസ്. വേടന്റെ കറുപ്പിന്റെ രാഷ്ട്രീയത്തോടൊപ്പമാണ് താൻ. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അവയുടെ ശരീരഭാഗങ്ങൾക്ക് പോലും ജാതിയുള്ള നാടാണിത്. എന്നാൽ ലഹരിക്കെതിരായാണ് തന്റെ നിലപാട്. വെളുത്ത ദൈവങ്ങൾക്കെതിരെയുള്ള വേടന്റെ കലാവിപ്ലവം തുടരട്ടെയെന്നും കൂറിലോസ് ഗീവർഗീസ് FB കുറിപ്പിൽ പറഞ്ഞു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നിർമ്മാണ സഹായി ജോഷി, ബിഗ് ബോസ് താരം ജിൻഡോ എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. മുഖ്യപ്രതി തസ്ലിമയെ അറിയാമെന്നും എന്നാൽ ലഹരി ഇടപാടില്ലെന്നും ജോഷി പ്രതികരിച്ചു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നും ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികരിക്കാമെന്നും ജിൻഡോ പറഞ്ഞു. ഇന്നലെ വിളിച്ചു വരുത്തിയ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി തസ്ലിമയ്ക്ക് ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ കഞ്ചാവ് കേസിൽ നിലവിൽ ബന്ധമില്ലെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. വിഖ്യാത സംവിധായകൻ ഷാജിയൻ കരുണിന്റെ മൃതദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു. വീട്ടിലും ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആസ്ഥാനത്തും പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന സിനിമകളായിരുന്നു ഷാജിയൻ കരുണിന്റേതെന്ന് മന്ത്രി സജി ചെറിയാൻ. മികച്ച ഭരണകർത്താവ് കൂടിയായിരുന്നു അദ്ദേഹം. സിനിമാ നയരൂപീകരണ സമിതിയിലെ ചെയർമാനായിരുന്നു. സാംസ്കാരിക മേഖലയ്ക്കും ഒരുപാട് സംഭാവന നൽകിയെന്ന് സജി ചെറിയാൻ. സജി നന്ദ്യാട്ടിനെതിരെ ഫിലിം ചേംബറിൽ കത്ത് നൽകി ഫെഫ്ക. സിനിമാ താരങ്ങളെക്കാൾ ടെക്നീഷ്യന്മാരാണ് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന പരാമർശത്തിനെതിരെയാണ് പരാതി. സജി നന്ദ്യാട്ടിനെ നിയന്ത്രിക്കണമെന്ന് B ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു. നിർമ്മാതാക്കൾക്കെതിരായ പരാതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിൽ സന്തോഷമെന്ന് സാന്ദ്ര തോമസ്. അന്തിമ വിജയം തനിക്കൊപ്പമായിരിക്കും. സിനിമാ മേഖലയിലെ പ്രമുഖർക്കെതിരെയാണ് പോരാട്ടം. പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വാധീനിക്കാൻ ശ്രമിച്ചു. തനിക്ക് അപ്രഖ്യാപിത വിലക്കുണ്ടെന്നും സാന്ദ്ര തോമസ്. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ട 4 വിദ്യാർത്ഥികളെ കോളേജ് പുറത്താക്കി. ആകാശ്, ആദിത്യൻ, അഭിരാജ്, അനുരാജ് എന്നീ വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത്. പുറത്താക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് അനുവദിക്കില്ല. ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. മലപ്പുറം പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ് കുട്ടി മരിച്ചു. പെരുവള്ളൂർ കാക്കത്തളം സ്വദേശി സൽമാനുൽ ഫാരിസിന്റെ മകൾ 5.5 വയസ്സുകാരി സിയ ഫാരിസാണ് മരിച്ചത്. പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും കുട്ടിക്ക് പേവിഷബാധയേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മൃതദേഹം പുലർച്ചെ വീട്ടിലെത്തിച്ച് ഖബറടക്കി. തലയിൽ നായകടിയേറ്റാൽ ആദ്യം എടുക്കേണ്ട ERIG കുത്തിവയ്പ് ആദ്യം തന്നെ എടുക്കാത്തത് നിസയുടെ മരണത്തിന് കാരണമായെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ. ERIG കുത്തിവയ്പ് തിരൂരങ്ങാടി ആശുപത്രിയിൽ എടുത്തില്ല. മെഡിക്കൽ കോളേജിൽ എടുത്താൽ മതിയെന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നു. ഈ കാലതാമസവും രോഗാണുബാധയ്ക്ക് കാരണമായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. നായകടിയേറ്റ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടാകാമെന്നും ഡോക്ടർമാർ. കടിയേറ്റയുടൻ മുറിവ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ ആഘാതം കുറഞ്ഞേനെയെന്ന് ഡോക്ടർ അസ്ന. കുട്ടിക്ക് തലയിലും ചുണ്ടിലും കാലിലും മുറിവുണ്ടായിരുന്നു.
ശരീരത്തിൽ 13 മുറിവുകളുണ്ടായി. മുറിവ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം മാത്രമേ ആശുപത്രിയിൽ കൊണ്ടുപോകാവെന്നും ഡോക്ടർമാർ. വിവാദത്തിനൊടുവിൽ വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്ഷണിച്ച് സർക്കാർ. ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിച്ച് തുറമുഖ മന്ത്രി VN വാസവൻ പ്രതിപക്ഷ നേതാവിന് കത്ത് നൽകി. ഒഴിവാക്കൽ വിവാദമായതോടെ കന്റോൺമെന്റ് ഹൌസിലേക്ക് കത്തെത്തിയിരിക്കുകയായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിന്റെ പ്രതികരണം. വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. സ്വന്തം ലെറ്റർ പാഡിലാണ് ക്ഷണക്കത്ത് നൽകിയത്. ആരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ്. ഇക്കാര്യത്തിൽ തീരുമാനം ഇന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കുമെന്ന് M. വിൻസെന്റ് MLA. വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. അവിടെ ഒന്നിൽ നിന്നും വിട്ടുനിൽക്കില്ല. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ക്രെഡിറ്റ് തട്ടിയെടുക്കാനെന്നും വിൻസെന്റ്. വിഴിഞ്ഞത്ത് പ്രോട്ടോകോൾ പ്രകാരം എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടെന്ന് മുൻമന്ത്രി ആന്റണി രാജു. സർക്കാർ പരിപാടികളിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കണമെന്ന് നിർബന്ധമില്ല. വിളിക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്നും ആന്റണി രാജു പറഞ്ഞു. തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ച് PV അൻവർ കോൺഗ്രസ് പാളയത്തിലെത്തുമെന്ന് സൂചന. കോൺഗ്രസ് നേതൃത്വവുമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ വിഷയം ചർച്ചയായതായാണ് വിവരം. മലപ്പുറത്തു നിന്നുള്ള ഒരു വിഭാഗം നേതാക്കളുടെ വിയോജിപ്പ് തുടരുന്നതിനിടെയാണ് അൻവറിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താനുള്ള നിർണായക ചർച്ചകൾ രഹസ്യമായി പുരോഗമിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് വിട്ട് അൻവർ കോൺഗ്രസിൽ ചേക്കേറില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EA സുഗു. തൃണമൂൽ കോൺഗ്രസിന് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കമ്മിറ്റിയും ഭാരവാഹികളും എല്ലാം രൂപീകരിച്ചു കഴിഞ്ഞതാണ്. TMCയെ UDFന്റെ ഘടകകക്ഷിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും സുഗു. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP മനോജ് എബ്രഹാമിന്റെ ഒഴിവിലേക്ക് തൽക്കാലം പുതിയ നിയമനമുണ്ടാകില്ലെന്ന് സൂചന. പകരം 2 IG-മാർക്ക് ക്രമസമാധാന ചുമതല നൽകും. പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കും. തിരുവനന്തപുരത്ത് വീണ്ടും ബോംബ് ഭീഷണി. ജർമ്മൻ കോൺസുലേറ്റിലാണ് ഇമെയിൽ ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന ആരംഭിച്ചു. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. SSLC പരീക്ഷാ ഫലം മെയ് 9 പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2 തുറക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഹെഡ്ഗേവാർ വിവാദത്തിൽ ഏറ്റുമുട്ടി പാലക്കാട് നഗരസഭയിലെ കൌൺസിലർമാർ. കയ്യാങ്കളിയുണ്ടായത് കൌൺസിൽ യോഗത്തിൽ. ആരാണ് ഈ ഹെഡ്ഗേവാർ എന്ന ചോദ്യം ഉന്നയിച്ചുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി UDF LDF അംഗങ്ങൾ. പാലക്കാട് നൈപുണ്യ വികസന കേന്ദ്രത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ടാണ് കയ്യാങ്കളി. പേരുമായി മുന്നോട്ട് തന്നെയെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. തിരുവനന്തപുരം ആറ്റിങ്ങൽ മാമത്ത് സ്വിഫ്റ്റ് ബസിന് തീപിടിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ബസിനാണ് തീപിടിച്ചത്. ബസിൽ 20ഓളം യാത്രക്കാരുണ്ടായിരുന്നു. ആളപായമില്ല. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ വിമർശിച്ച് മുൻമന്ത്രി ആന്റണി രാജു. താൻ കൊണ്ടുവന്നതിൽ കൂടുതലായി ഒന്നും KSRTCയിലില്ല. ബജറ്റ് ടൂറിസം, ഗ്രാമ ഇലക്ട്രിക് ബസ്, പെട്രോൾ പമ്പുകൾ തുടങ്ങിയവ ആരംഭിച്ചത് തന്റെ കാലത്താണ്. അന്ന് തുടങ്ങിവെച്ച പദ്ധതികളാണ് ഇപ്പോൾ വരുമാനം തരുന്നത്. 100 കോടി ഓവർഡ്രാഫ്റ്റ് എടുത്താണ് ഇപ്പോൾ ശമ്പളം കൊടുക്കുന്നതെങ്കിൽ അന്നത് 9 കോടിയായിരുന്നു. ദീർഘവീക്ഷണത്തോടെ KSRTCയുടെ കടം കുറയ്ക്കാനാണ് നോക്കേണ്ടതെന്നും താൽക്കാലിക മുട്ടുശാന്തിയല്ല വേണ്ടതെന്നും ആന്റണി രാജു. കാട്ടാനയെ കണ്ട് ഭയന്നോടിയ കർഷകൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചക്കനാനിക്കൽ CM പ്രകാശാണ് മരിച്ചത്. കോതമംഗലം കുട്ടമ്പുഴ പിണവൂർക്കുടി ആദിവാസി കോളനിയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 2 മണിയോടെ വീടിന് സമീപമെത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭയന്നോടിയതിന് പിന്നാലെയാണ് കുഴഞ്ഞു വീണത്. ഷൊർണൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെത്തിയത്. 3 പേരും സുരക്ഷിതരെന്ന് പോലീസ് അറിയിച്ചു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് 3 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെയാണ് ഇന്നലെ രാവിലെ മുതൽ കാണാതായത്.
കൊല്ലം കൊട്ടിയത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഗുണ്ടാ ആക്രമണം. വടിവാളുമായി എത്തി ജീവനക്കാരെ വെട്ടിയ സംഘം സ്ഥാപനം അടിച്ചു തകർത്തു. ലോൺ അടവ് മുടങ്ങിയത് അറിയിച്ചതിനാണ് ആക്രമണം. ആക്രമണ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് ഗുണ്ടാ പകയ്ക്കൊടുവിൽ യുവാവിനെ കൊന്ന് കാൽ വെട്ടിയെറിഞ്ഞ കേസിൽ 11 പ്രതികളും കുറ്റക്കാർ. ഗുണ്ടാ നേതാവ് ഒട്ടകം രാജേഷ് ഉൾപ്പെടെയുള്ളവരാണ് പ്രതികൾ. നാളെ നെടുമങ്ങാട് SC/ST കോടതി ശിക്ഷ വിധിക്കും. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. കാട്ടാക്കട ആദിശേഖർ വധക്കേസിൽ വിധി പറയുന്നത് മെയ് 6 മാറ്റി. അഡീഷണൽ സെഷൻസ് കോടതി 6-ന്റേതാണ് തീരുമാനം. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് കേസിലെ ഏക പ്രതി. പുളിങ്കോട് ക്ഷേത്രമതിലിൽ പ്രിയരഞ്ജൻ മൂത്രമൊഴിച്ചത് ആദിശേഖർ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യം കാരണമാണ് കൊലപാതകമെന്നാണ് കേസ്. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി മരുന്ന് കേസിൽ കുടുക്കി ഒളിവിൽ പോയ മുഖ്യപ്രതി നാരായണദാസിനെ ഇന്ന് നാട്ടിലെത്തിക്കും. ബംഗളൂരുവിൽ നിന്ന് കൊടുങ്ങല്ലൂർ SP VK രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇന്നലെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു. ഭൂപതിവ് ചട്ടങ്ങൾ മെയ് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഇടുക്കി ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീട് വയ്ക്കാനും കൃഷി ആവശ്യത്തിനും പതിച്ചു നൽകിയ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ക്രമവൽക്കരിച്ച് നൽകുകയാണ് നിയമ ഭേദഗതിയുടെ ഉദ്ദേശം. സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിക്ക് ഇടുക്കിയിൽ തുടക്കമായി. ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണനമേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു. അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ദീപ രാജ്കുമാർ രാജിവെച്ചു. രാജിക്കത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി. കോൺഗ്രസ് പ്രതിനിധിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ 10 കോൺഗ്രസ് അംഗങ്ങൾ ചേർന്നാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഒരു മാസം മുൻപ് ഇതേ അംഗങ്ങൾ ദീപ രാജ്കുമാറിന്റെ പേരിൽ വ്യാജ രാജിക്കത്തും കൈമാറിയിരുന്നു. കാസർഗോഡ് ബേക്കലിൽ വൻ കുഴൽപ്പണവേട്ട. രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന 1 കോടി രൂപ പിടികൂടി. മേൽപ്പറമ്പ് സ്വദേശി അബ്ദുൾ ഖാദറിൽ നിന്നാണ് 1 കോടി രൂപ കണ്ടെടുത്തത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യയുമായി സമാധാനം പുനഃസ്ഥാപിക്കാൻ നയതന്ത്ര തലത്തിൽ നടപടികളെടുക്കണമെന്ന് പാക് സർക്കാരിനോട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. യുദ്ധ സമാനമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ എതിർക്കുന്നുവെന്നും നവാസ് ഷെരീഫ്. ലാഹോറിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി നവാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തി. സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം മേഖലയിൽ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചതായി ഷഹബാസ് ഷെരീഫ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടേത് യുദ്ധസമാനമായ സമീപനമെന്ന് പാകിസ്ഥാൻ. പ്രകോപനപരമായ നിലപാടാണ് ഇന്ത്യയിൽ നിന്നുണ്ടാകുന്നതെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. സൈന്യം ജാഗരൂകമെന്നും പാക് മന്ത്രി. കാനഡയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടിക്ക് വിജയം. ലിബറൽ പാർട്ടി തുടർച്ചയായ 4ാം തവണയും അധികാരത്തിൽ. 343 അംഗ ജനപ്രതിനിധി സഭയിലേക്ക് 165 സീറ്റ് നേടിയാണ് ജയം. കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയറി പരാജയം സമ്മതിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. 80 വയസ്സിൽ താഴെയുള്ള 138 കർദിനാൾമാരാണ് വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. ഇന്ത്യയിൽ നിന്നുള്ള 4 കർദിനാൾമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കും. യുക്രൈനെതിരെ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് റഷ്യ. മെയ് 8 മുതൽ 10 വരെ വെടിനിർത്തൽ എന്ന പ്രഖ്യാപനം 2ാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയത്തെ അനുസ്മരിപ്പിക്കുന്ന ആഘോഷം നടക്കുന്നതിലാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. യുക്രൈനിൽ നിന്നും സഹകരണം പ്രതീക്ഷിക്കുന്നതായി റഷ്യ. കുവൈത്തിൽ
കേസിൽ 5 കുറ്റവാളികളെ തൂക്കിലേറ്റി. സുലൈബിയ സെൻട്രൽ ജയിലിലാണ് വധശിക്ഷ നടപ്പാക്കിയത്. കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് വധശിക്ഷയ്ക്ക് വിധേയരായത്. ആകെ 8 പേരുടെ വധശിക്ഷ നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ബ്ലഡ് മണി സ്വീകരിച്ചതിനെ തുടർന്ന് 2 പേരുടെ വധശിക്ഷയിൽ ഇളവ് നൽകുകയും മറ്റൊരാളുടെ വധശിക്ഷ അവസാന നിമിഷം മാറ്റിവെക്കുകയുമായിരുന്നു. തെക്കൻ ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ എന്നീ രാജ്യങ്ങളെ ഇരുട്ടിലാക്കിയ വൈദ്യുതി മുടക്കത്തിന് പരിഹാരമായി. മണിക്കൂറുകളോളം വൈദ്യുതി നിലച്ചത് കാരണം ഈ രാജ്യങ്ങളിലെ ആശയവിനിമയ ഗതാഗത ശൃംഖലകൾ സ്തംഭിച്ചു. വിമാന സർവീസുകളും മുടങ്ങി. വൈദ്യുതി മുടക്കം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിച്ചു. വൈദ്യുതി മുടക്കത്തിന്റെ കാരണം അന്വേഷിക്കാൻ വിവിധ സർക്കാരുകൾ ഉത്തരവിട്ടു. കാനഡയിൽ കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിപ്ലോമ വിദ്യാർത്ഥിയായ വാൻഷികയെയാണ് ദുരൂഹ സാഹചര്യത്തിൽ കടൽ തീരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സ്ഥിരീകരിച്ചു. മരണകാരണം അന്വേഷിച്ചു വരികയാണെന്ന് ലോക്കൽ പോലീസ് അറിയിച്ചു. 5 ദിവസം മുൻപാണ് വൻഷികയെ കാണാതായത്. ഒമാനിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിലൊന്നായ മാൾ ഓഫ് മസ്കത്ത് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന്. ഇത് സംബന്ധിച്ച ദീർഘകാല കരാറിൽ ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സോവറിൻ ഫണ്ടായ തമാനി ഗ്ലോബലും തമ്മിൽ ധാരണയായി. ടെക്സാസിലെ ഓസ്റ്റിൻ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളും സെന്റ് തോമസ് ദിനാചരണവും നടന്നു. ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ ചട്ടത്തിൽ ബോബി ജോസഫ് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ജോസഫ് മത്തായി എന്നിവരുടെ കാർമ്മികത്വത്തിൽ കുർബാനയും നടന്നു. ബ്ലൂം ഫെസ്റ്റ് എന്ന പേരിൽ കാർണിവലും കേരള ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. അക്ഷയ തൃതീയ പ്രമാണിച്ച് നാളെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ വിപുലമായ ആഘോഷങ്ങൾ. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, കോയിനുകൾ എന്നിവ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതിനുള്ള തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി അഡ്വാൻസ് ബുക്കിംഗ് നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ഏറ്റെടുത്ത തകർപ്പൻ ട്രെയിലറിന് തൊട്ട് പിന്നാലെ അതേ മൂഡിലുള്ള ഗാനവുമായി ആസാദി ടീം. ചിത്രത്തിലെ ആദ്യ ഗാനം ലിറിക്കൽ വീഡിയോയായി പുറത്തിറങ്ങി. സോഹാ സുക്കുവിന്റെ വരികൾക്ക് വരുൺ ഉണ്ണി സംഗീതം നൽകിയിരിക്കുന്ന ഗാനം ആലപിച്ചിരിക്കുന്നത് സിയ ഉൽ ഹക്ക്. ദിലീപ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പുതിയ പോസ്റ്റർ പുറത്ത്. ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ. മെയ് 9-ന് ചിത്രം തിയേറ്ററുകളിലെത്തും. ഈച്ചയും മനുഷ്യരുമായുള്ള അപൂർവ ആത്മബന്ധത്തിന്റെ കഥയുമായി എത്തുന്ന 3D ചിത്രം ലൗലിയിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിൽ ഷൈൻ എന്ന കഥാപാത്രമായി എത്തുന്ന പ്രശാന്ത് മുരളിയുടെ ക്യാരക്ടർ പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. മെയ് 2-നാണ് ചിത്രത്തിന്റെ റിലീസ്. ഷറഫുദ്ദീനെ കേന്ദ്ര കഥാപാത്രമാക്കി മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളം എന്ന ചിത്രത്തിലെ ഗാനം പുറത്തെത്തി. രാഹുകാലം എന്ന ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാറാണ്. രാജേഷ് മുരുകേശനാണ് സംഗീതം. ഷാൻ റഹ്മാനും സുറൂർ മുസ്തഫയും ചേർന്നാണ് ആലാപനം. സൗഹൃദ ബന്ധങ്ങൾ വിനയാകുന്ന കഥ പറയുന്ന ഏണി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു. വിഷ്ണു ദെല്ലായ കഥ, തിരക്കഥ, സംവിധാനം നിർവഹിക്കുന്നു. ലൈറ്റ് ഹൗസ് ഫിലിംസിന്റെ ബാനറിൽ സാം കെ തങ്കച്ചനാണ് നിർമ്മാണം. വിജയ് സേതുപതി, പുരി ജഗന്നാഥ് പാൻ ഇന്ത്യൻ ചിത്രത്തിൽ കന്നഡ സൂപ്പർ താരം വിജയ് കുമാറും. നിർമ്മാണം പുരി കണക്റ്റിന്റെ ബാനറിൽ പുരി ജഗന്നാഥും ചാർമി കൗറും ചേർന്നാണ്. ബോളിവുഡ് താരം തബുവും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ബോളിവുഡ് താരം കരീന കപൂർ ഖാന് നേരെ സൈബർ ആക്രമണം. പാകിസ്ഥാനി ഡിസൈനർ ഫറാസ് മനൊപ്പം ഫോട്ടോ എടുത്തതിന് പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധമുയർന്നത്. കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനി കലാകാരന്മാർക്ക് ബോളിവുഡ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ദുബായിൽ നടന്ന ഒരു ചടങ്ങിനിടെയാണ് കരീന ഫറാസിനൊപ്പം ചിത്രമെടുത്തത്. സിനിമയിലെ തന്റെ പുകവലി അനുകരിക്കാൻ ശ്രമിക്കരുതെന്ന് നടൻ സൂര്യ. താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം റെട്രോയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയാണ് നടന്റെ വാക്കുകൾ. താൻ സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടി മാത്രമാണ് പുകവലിക്കുന്നതെന്നും ജീവിതത്തിൽ പുകവലി ശീലമില്ലെന്നും സൂര്യ പറഞ്ഞു. ആരാധകർ സിനിമയിലെ രംഗം കണ്ട് പുകവലിക്കരുതെന്നാണ് താരത്തിന്റെ മുന്നറിയിപ്പ്.
പ്രശസ്ത ബോളിവുഡ് വെബ് സീരീസ് ഫാമിലി മാൻ 3യിലെ അഭിനേതാവ് രോഹിത് ബാസ്ഫോർ അന്തരിച്ചു. അസമിലെ ഗർഭംഗ വെള്ളച്ചാട്ടത്തിൽ വീണാണ് മരണം. സുഹൃത്തുക്കൾക്കൊപ്പമുള്ള വിനോദയാത്രയ്ക്കിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. രോഹിത്തിനെ കാണാനില്ലെന്ന് ഒപ്പമുള്ളവർ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. IPLൽ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പഞ്ചാബിനെതിരായ കൊൽക്കത്തയുടെ മത്സരം മഴ മൂലം റദ്ദാക്കിയിരുന്നു. അതേസമയം ജയിച്ചാൽ ബാംഗ്ലൂരിനെ മറികടന്ന് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്താൻ ഡൽഹിക്കാകും. രാത്രി 7:30 ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗുരുവായൂരിൽ ബുധനാഴ്ച വിവാഹ ബുക്കിംഗ് 140 കടന്നു. ദർശനത്തിന് പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും. ചടങ്ങുകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പുലർച്ചെ 5 മണി മുതൽ കല്യാണങ്ങൾ നടത്തും. താലികെട്ടിനായി കൂടുതൽ മണ്ഡപങ്ങൾ സജ്ജമാക്കും. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയതും സ്റ്റാർട്ടപ്പുകളുടെ എണ്ണത്തിൽ വലിയ മുന്നേറ്റമുണ്ടായതും ഏറെ അഭിമാനിക്കാവുന്ന വളർച്ചയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പുതിയ സാഹചര്യത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി കാഴ്ചപ്പാടുകളുള്ള പദ്ധതികൾ വരണമെന്നും മന്ത്രി. മുക്കം കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്ന ക്രസ്റ്റ് ഗ്ലോബൽ സിറ്റിയുടെ ലോഞ്ചിംഗ് നിർവഹിക്കുമ്പോഴാണ് മന്ത്രി കേരളത്തിലുണ്ടായ വളർച്ചയെക്കുറിച്ച് സംസാരിച്ചത്. വാർത്തകൾ ഇതുവരെ പൂർണ്ണമാകുന്നു. ഇനി 6 മണി വാർത്തയിൽ അശ്വതി ചേരും. നമസ്കാരം.